ആ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാടാണല്ലോ എൻ്റെ വീട്. അപ്പോൾ വീട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 800 എടുത്തുകൊണ്ട് ആവശ്യത്തിന് പെട്രോളൊക്കെ അടിച്ച് ഒരു ലോങ് ട്രിപ്പ് ചെക്കപ്പും ചെയ്തു. പിന്നെ പ്രത്യേകം ഓൾട്ടറേറ്ററിൻ്റെ ചാർജിങ് ചെക്ക് ചെയ്തു. അപ്പോൾ രാത്രി വെളുപ്പിനെ ഒരു 2:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടിമാലി, രാജാക്കാട്, പൂപ്പാറ ആ റൂട്ട് വന്നിട്ട് ബോഡിമെട്ട്, തേനിയിൽ നിന്ന് മധുരയിൽ നിന്ന് പിന്നെ ഒരു 110-115 കിലോമീറ്ററും കൂടി ഉണ്ട് വീട്ടിലേക്ക്. ഏകദേശം കോലഞ്ചേരിയിൽ നിന്ന് ഒരു 350 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് കേരളത്തിലില്ല. അപ്പോൾ വർക്ക്ഷോപ്പിൽ ലീവാണ്. 2-3 ദിവസം കഴിഞ്ഞ് അപ്പോൾ ഞാൻ ബുധനാഴ്ച രാവിലെ അവിടെ എത്തുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക്ഷോപ്പിലേക്ക് വരുന്ന കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവരോടെല്ലാം ഇൻഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് പേർക്കും കൂടി മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടി 800 ആണ്. ഈ വണ്ടി കൊണ്ട് തന്നെ ഞാൻ സ്ഥിരം വന്ന് പോവാറ്. ഇപ്പോൾ വണ്ടി നമ്മുടെ കൂടെ കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഒരു 10-13 വർഷമായി. ഇവനിപ്പോൾ എന്നെ ഒരു 10-20 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ഇനി എത്തുന്നേ ഉള്ളൂ. ഇനി ഒരു 100 കിലോമീറ്ററും കൂടി ഉണ്ട്. ആ കൂട്ടുകാരെ, ഞാൻ സേഫായിട്ട് ഇന്നലെ വീട്ടിലെത്തിയായിരുന്നു. പിന്നെ എന്നെക്കുറിച്ച് ഒന്ന് കൂടുതൽ വീടും സ്ഥലമൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഗവർണർ പാസിംഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം റോഡ് ബ്ലോക്ക് ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ അവരുടെ ചെറിയൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കല്ലേ വീട്ടിലേക്കൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ഈ സ്ഥലമാണ്. ഇതൊരു നല്ല ലൊക്കേഷനായിരുന്നു. അവിടെ വെച്ച് വണ്ടിയുടെ ചെറിയൊരു വീഡിയോ എടുത്തു. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഈ കാണുന്ന വലിയ കുളമുണ്ട്. ഈ കുളത്തിൽ നിന്നാണ് ഞങ്ങൾ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കുക, വീട്ടിലേക്കുള്ള ബാക്കി ചിലവിനുള്ള കാര്യങ്ങൾ കുളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്ത് കടലുണ്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ കുളിക്കാനുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുക. അതായത് വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ. ഞങ്ങൾക്ക് പിന്നെ അടുത്തായതുകൊണ്ട് പ്രശ്നമില്ല. ബാക്കിയുള്ളവർക്ക് 1 കിലോമീറ്റർ ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് ഈ കുളത്തിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ട് പോവുക. പിന്നെ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. മഴ പെയ്യുമ്പോൾ കുളത്തിൽ വെള്ളം സേവായി കിടക്കും. അതൊരു 4-5 മാസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വീട്ടിൽ ഇന്നൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. വലിയ കുട്ടിയായതിൻ്റെ ചെറിയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ. അതിപ്പോൾ തമിഴ്നാട് സ്റ്റൈലിൽ ഹിന്ദുക്കൾക്കൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി കണക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീട്ടിൽ വന്നത്. പിന്നെ ചൊവ്വാഴ്ച വൈഫിന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ എന്നെക്കുറിച്ച് കൂടുതലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തെന്നുള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ ഫാമിലി. അപ്പം നമ്മളും ഇനിയൊരു ഫാമിലി ആണല്ലോ, അതുകൊണ്ടാണ്.